ഹായ് ഹലോ നമസ്കാരം. ജെയിംജന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സൈന്ദം ഒരു പക്ഷേ വെങ്കിടേഷിന്റെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് അല്ലെങ്കിൽ അത്രയും എക്സൈറ്റഡ് ആയിട്ട് ആരാധകർ കാത്തിരിക്കുന്ന ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈന്ദവ് തന്നെയാണ്. വെങ്കി 75. സോ തെലുഗുലാണെങ്കിലും കന്നഡയിലാണെങ്കിലും ഒക്കെ ഒരുപാട് ആരാധകരുണ്ട്. ഈവൻ മലയാളത്തിലാണെങ്കിൽ പോലും പണ്ടത്തെ ലക്ഷ്മി എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമുക്ക് ഓർമ്മയില്ലാതിരിക്കില്ലല്ലോ. ലക്ഷ്മി ബാബ എന്ന് പറഞ്ഞ സോങ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലായിരുന്നു. എനിവേ, അതിന്റെ ട്രെയിലറാണ് ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മൂവി ടൈംസ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവർക്കും വേണ്ടി റെഡി. പ്ലാറ്റോ. Simple, gentle, and free. Golden sunshine unbreathed. നിഹാരിക సూపర్ హీరో അച്ഛൻ സൂപ്പർ ഹീറോ ആണ്. నాన్న ఉంటే నాకు భయం లేదు. അച്ഛൻ ഉണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല. ആഹാ. Simple, నాన్న gentle, ఉంటే and నాకేమి కాదు. അച്ഛൻ ഉണ്ടെങ്കിൽ എന്തോ ഇല്ല. golden sunshine unbreathed. ఇది నరాలకు సంబంధించిన వ్యాధి, స్పైనల్ మస్కులర్ ఎట్రోఫీ. గాయత్రికి టైం ఎక్కువ లేదు. పాపకి ఇమీడియట్ గా ఇంజెక్షన్ ఇవ్వాలి. ఆ ఇంజెక్షన్ కాస్ట్ 17 కోట్లు. 17 కోట్లు ఎవరిని 17 కోట్లు. నాకేం కాదు నాన్న. నువ్వు ఉన్నావా? మై సూపర్ హీరో. Wings out. ఆ, మన బాయ్స్ ని వెపన్స్ తో రెడీగా ఉంటామని. ఓ మెడిసిన్ వైర్ కావాలి तो అన్ని మూసుకొని मेरे कंटेनर्स मेरे को दे दे. ఇంతకు ముందు నువ్వేం చేసేవాడు శంకర్? ഇതെന്താ എതിരുന്നത് അറിയാം. ఒక్కు దీని అమ్మ. ఓ నా తల తీసుకొస్తే డబ్బులు ఇస్తామన్నారా? నా తల తీసుకెళ్లాలంటే మీకు తలలో ఉండాలి కదా. man. నీ దగ్గర నుంచే తీసుకుంటాను. तेरी माँ की लीडर है నువ్వు. उच्चा उच्चा పోస్తున్నావు. कंटेनर्स भी लेने तेस्ता उसका खोपड़ा तू देख. ఓహో मेरा कंटेनर मेरे को होना. సరగనివ్వను. నా పాపని నేను కాపాడుకుంటా. లోపలికి వెళ్ళి వాయిస్ తీసుకోండి. బడి బడి ఎగబడి కలబడి ముట్టడి వదలడులేమా కుదరదు కట్టడి బతకరు కలబడి నిలబడుకోమా. అయ్యో సెటప్. ఓ షర్ట్ వేసుకున్న ప్రతి వాడి కాలర్ ఉంటదిరా, కానీ ఆ కాలర్ ఎవడ మెడ మీద ఉందో తెలుసుకుని దానికి ఒక రెస్పెక్ట్ ఇవ్వాలి. అది ఇవ్వనప్పుడు లెక్క మారుతురా నా కొడక. సైందం. పాప నిద్రపోతుంది, దగ్గరకు వస్తే చంపేస్తా. January 13. പുള്ളി അയ്യവാ കിടിലൻ. ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയില്ല. അടിപൊളി ആക്ഷൻ ആയിരിക്കും. ഇപ്പൊ മാക്സിമം ഒന്നും കാണിച്ചിട്ടില്ല. ഒരു കത്തിയൊക്കെ തുളഞ്ഞു വരുന്നവരെ ഒരു ഷൂട്ട് ചെയ്തതിന് ശേഷം ആ ചില്ലിലൊരു ഇറച്ചിക്കണ്ണ കിടക്കണ്ട. അതിങ്ങനെ അയ്യോ ഒക്കെ ഭയങ്കര കേട്ടോ. അങ്ങനത്തെ കുറെ ഷോട്ടുകൾ. പിന്നെ ആര്യാണെങ്കിലും ആ ഫൈറ്റ് നല്ല രസമുണ്ട്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് നല്ല നൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ മ്യൂസിക്കിനനുസരിച്ച് ആ വെടി വെക്കുമ്പോഴൊക്കെയുള്ള സൗണ്ട് ഒക്കെ ആ മ്യൂസിക്കിലേക്ക് ആഡ് ചെയ്ത് അതൊക്കെ അങ്ങനത്തെ സീക്വൻസ് കാണാൻ തന്നെ ഒരു രസമാണല്ലോ. ഫാസ്റ്റ് ആയിട്ടുള്ള കട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അഭിനയത്തിന്റെ കാര്യത്തിൽ വെങ്കടേഷ് വേറെ ലെവലായിരിക്കും. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇത് കണ്ടു തോന്നുന്നത് അറിയുന്ന തെലുങ്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മകൾക്ക് വേണ്ടി
ജീവിക്കുന്ന ഒരച്ഛൻ. അയാൾക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സെയിം ലൈൻ തന്നെയാണ്. പക്ഷെ ആക്ഷൻ സീക്വൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അത്. അത് പണ്ട് അവിടെ പറഞ്ഞു ദാറ്റ് സൈക്കോ ഇസ് ബാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൈക്കിക് ആയിട്ടുള്ള ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ അത്രയും കൊടൂര വഴിയിൽ ആളുകളെ കൊല്ലുന്ന, അത് എൻജോയ് ചെയ്യുന്ന ഒരു ആള്. അയാള് മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. സോ ആ മകൾക്ക് വേണ്ടി വീണ്ടും ഇതിലേക്ക് തന്നെ ഇറങ്ങുന്ന ഒരു അവസ്ഥ, അത് ഭയങ്കരമായിരിക്കും. പണ്ട് വലിയ ആളുകളായിട്ടിരുന്നിരുന്ന ഇയാളെ ഭയങ്കര പേടിച്ചിരുന്ന ആളുകൾ അയാളുടെ ഇടയിലേക്ക് വീണ്ടും ഈ ഒരു ആള് വരിക എന്ന് പറയുമ്പോൾ സോറി. അപ്പോ അതിന്റെ അങ്ങനത്തെ ഒരു രസമായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞില്ല, ഒരു ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ ആ ഒരു രീതിയിൽ നമുക്ക് ഈ സിനിമയെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. പിന്നെ അതിന്റെ ഇടയിൽ മകളുടെ കുറച്ച് സെന്റിമെന്റൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സംഭവം തന്നെ ആയിരിക്കാം. എവിടെയാണ് ഡിഫറൻസ് വരുന്നത് വെച്ചാൽ ആക്ഷൻ തന്നെ ആയിരിക്കും മിക്കവാറും. ബാക്കി നമ്മൾ കഥയും ആ സംഭവമൊക്കെ ഒരു പക്ഷെ നമുക്കത് മുൻകൂട്ടി പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമൊക്കെ ആയിരിക്കാം, ഒരു പക്ഷേ ആയിരിക്കാം. പക്ഷെ ആക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നീക്ക് ചെയ്യുന്നു, അവിടെയാണ് ആളെ പിടിച്ചിരുത്താൻ പറ്റുന്നത്. സോ എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. അപ്പോൾ ജനുവരി 13 ഇവിടെ റിലീസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുന്നതായിരിക്കും. ഈ പോകാൻ പറ്റുന്ന ദൂരത്താണെങ്കിലും പോയി കാണുന്നതായിരിക്കും. എനിവേ, ആരൊക്കെ വെങ്കടേഷ് ഫാൻസ് ഉണ്ട്, ആരൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. കാരണം അത്രയും സിനിമകളാണ് വരാനുള്ളത്. ഇപ്പോൾ 11th തന്നെ ഒരുപാട്, പൊങ്കൽ 11th, 12th, ഇപ്പോൾ 13th, അങ്ങനെ ഈ മാസം തന്നെ ഒരുപാട് സിനിമകൾ റിലീസ് ഉണ്ട്. സോ നിങ്ങളുടെ ആ ഒരു വെയിറ്റ് ലിസ്റ്റുകളിൽ ഈ ഒരു സിനിമകൾ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ